അശരണരായ ആശ്രയിലെ മക്കളെ സന്ദർശിച്ച് ചിരട്ടക്കോണം മാർ ബസോലിയസ് പബ്ലിക് സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും. പ്രിൻസിപ്പൽ സിസ്റ്റർ ആൻസി ജോസഫിന്റെ നേതൃത്വത്തിൽ സ്റ്റാഫ് സെക്രട്ടറി ശ്രീമതി ലീന ആർ, നല്ലപാടം കോർഡിനേറ്റർമാരായ ശ്രീമതി ജീജ ടി എസ്, ശ്രീമതി പ്രീതി തോമസ്, വിശാഖ് എം, ജോബി ജെയിംസ്, സഞ്ജീവ് എന്നിവരുടെ നേതൃത്വത്തിൽ 30ഓളം വിദ്യാർത്ഥികളാണ് ആശ്രയ സന്ദർശിച്ചത്. ആശ്രയിലെ മക്കൾക്കായി സ്വാതേറിയ പൊതിച്ചോറുകൾ ആശ്രയ ജനറൽ സെക്രട്ടറി കലൈപുറം ജോസിന് കൈമാറുകയും ആശ്രയിലെ മക്കൾക്കായി വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്ത ശേഷമാണ് ആശ്രയയുടെ പടിയിറങ്ങിയത്. ഞങ്ങളെ മറക്കാതെ ഒരു ഹൃദയത്തിന്റെ കോണിൽ ഇവിടെ താമസിക്കുന്ന ഈ മക്കളെയും നിങ്ങളുടെ ഹൃദയക്കോണിൽ സൂക്ഷിക്കുന്നു എന്നുള്ളത് അങ്ങേറ്റം ഞങ്ങൾക്ക് വലിയ സന്തോഷവും പ്രതീക്ഷയും നൽകുന്ന ഒന്നാണ്. നിങ്ങൾക്കെല്ലാം നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് ചോറൊക്കെ പൊതിഞ്ഞ് വാഴയിലേക്ക് വെട്ടി വാട്ടി അതിനകത്ത് ചമ്മന്തിയും ചോറും വെഴുക്ക് വരട്ടിയും മീനും മുട്ടയൊക്കെ എല്ലാം ചേർത്ത് മനോഹരമായി ഒരാൾ തിന്നാൽ തീരാത്തവർക്കുണ്ടോ 2 പേർക്ക് കഴിക്കാവുന്ന വലിയ പൊതികളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് ഇതൊക്കെ പാകപ്പെടുത്തി പൊതിയാക്കി നിങ്ങളുടെ തന്ന അമ്മമാരെയാണ് ഞാൻ നമസ്കരിക്കുന്നത്. അവർക്ക് ദീർഘായുസ് ഉണ്ടാകട്ടെ, അവർക്ക് ആരോഗ്യം ദൈവം നൽകട്ടെ. ഒപ്പം അത് വഹിച്ചുകൊണ്ടൊന്നും നിങ്ങൾ തേനീച്ചകൾ പൂമ്പിടി ശേഖരിച്ചുകൊണ്ട് വരുന്നത് പോലെ പൂമ്പിടി കൂട്ടിൽ വെച്ചിട്ട് തേനായി രൂപപ്പെടുമ്പോൾ തേനിന്റെ മാധുര്യം വളരെ വലുതല്ലേ? അത്രയേറെ മാധുര്യമുണ്ട് നിങ്ങൾ തരുന്ന ഈ സ്നേഹത്തിന്. നിങ്ങളുടെ സ്നേഹത്തിനും കരുതലിനും ഒക്കെ ഞങ്ങൾ അങ്ങേറ്റം സന്തുഷ്ടരാണ്. നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കുന്നതിനും വളരുന്നതിനും സമൂഹത്തിൽ കൂടുതൽ നന്മ ചെയ്ത് പ്രശോഭിക്കുന്നതിനും ഈശ്വരൻ നിങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും ബുദ്ധിശക്തിയൊക്കെ പ്രദാനം ചെയ്തെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പേരൻസിന് വേണ്ടി, കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്കൂളിന് വേണ്ടി ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നല്ല നിലയിൽ അച്ചടക്കത്തോടുകൂടി കുഞ്ഞുങ്ങൾ പഠിക്കുന്ന നല്ലൊരു കലാലയ അന്തരീക്ഷമാണുള്ളത്. അത് കുറെ കൂടി ശക്തിമത്താകട്ടെ. കൂടുതൽ കുട്ടികൾ വരികയും അവർ ഈ സിസ്റ്റർമാരുടെ സ്നേഹവും നന്മയൊക്കെ ജീവിതത്തിൽ പകർത്തി അവർ സമൂഹത്തിന് ആ ഏറ്റെടുക്കുന്ന ദൗത്യം വിജയകരമായി പൂർത്തീകരിക്കാനുള്ള കൃപ നിങ്ങൾക്കെല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നിങ്ങൾ ഏകരല്ല, ഞങ്ങൾ ഓരോരുത്തരും നിങ്ങളോടൊപ്പം. നമുക്ക് ദൈവം അനേകം നന്മകൾ, നല്ല വഴികൾ തന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാതെ നഷ്ടപ്പെട്ടു പോയതിനെ മാത്രം ചിന്തിച്ചുകൊണ്ട് ഓർത്തുകൊണ്ട് ദുഃഖത്തിന്റെ കുഴിയിൽ ചാടിയാൽ നമ്മുടെ ജീവിതം വെറുതെ തള്ളി നീക്കുന്ന ഒരവസ്ഥ നമുക്ക് വരും. പ്രിയപ്പെട്ട അപ്പച്ചമാരെ, അമ്മച്ചിമാരെ, ഈശ്വരൻ ഒരു വഴി അടയ്ക്കുമ്പോൾ മറ്റൊരു വഴി നമുക്കായി തുറന്നു തരുമെന്നുള്ള ആ വലിയ പ്രത്യാശയും സന്തോഷത്തോടെ ആയിരിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ഞങ്ങൾ ഇനിയും നിങ്ങളെ സന്ദർശിക്കുവാൻ വരും. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, മുഖത്തെ വാഷിന്റെ പറയുന്നത് ഒരു സാധനന്റെ ഒട്ടിയ കടലിനെ തുടച്ചു മാറ്റുന്നത് ഒരു കടൽ തേടി വറ്റിക്കുന്നതിനേക്കാൾ മഹത്തരമാണ് എന്ന് ഈ മഹത്ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ എന്നും അന്വർത്ഥമാക്കുവാൻ നിങ്ങൾക്ക് ഇതൊരു അവസരമായി ലഭിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനിയും ഒരുപാട് പ്രാവശ്യം നിങ്ങൾക്ക് ഇവിടെ വിസിറ്റ് ചെയ്യാനുള്ള അവസരം ദൈവം തരുമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും എല്ലാ നന്മകളും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഞങ്ങളുടെ ഓഷൻ സ്റ്റാർ ഫാമിലിയുടെ എല്ലാ നന്ദിയും സ്നേഹത്തോടെ അറിയിക്കുന്നു.
കഥ കേട്ട് മെല്ലെ മിഴികൂട്ട് മാറി ചൂടിൽ